എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? വീക്ക് എങ്ങനെ പോകുന്നു? എല്ലാവർക്കും തിരക്കൊക്കെയാണോ? ഓക്കെ. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത് തന്നെയാണ്. എന്നാലും കുറേ പേര് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എല്ലാവർക്കും പേഴ്സണൽ റീഡിങ് എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട് കുറേ പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. കേസ് ബൈ കേസ് എടുക്കാം. നമുക്ക് നിങ്ങൾക്ക് ചോയ്സ് തരാം. 2 ഏഞ്ചൽ ഫിഗറീൻസ് ഉണ്ട്. ഇത് ഗ്രീൻ അവെഞ്ചറിൻ ഏഞ്ചൽ, ഇത് റോസ് കോട്സിൻ്റെ ഏഞ്ചൽ. ഇതിൽ 2 നിങ്ങൾക്ക് ഏതാണോ അട്രാക്റ്റ് ആവുന്നത് അത് ചൂസ് ചെയ്തോളാം. ഗ്രീൻ അവെഞ്ചറിൻ ഏഞ്ചൽ, റോസ് കോട്സ് ഏഞ്ചൽ. ഓക്കെ, ഇനി ഗ്രീൻ അവെഞ്ചറിൻ ഏഞ്ചൽ ചൂസ് ചെയ്തവർക്കുള്ളതാണ് ആദ്യത്തെ പൈൽ. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ഒന്ന് ചൂസ് ചെയ്ത ഏഞ്ചൽ ഗ്രീൻ അവെഞ്ചറിൻ ആണ്. ദയവായി പറഞ്ഞു തരൂ, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എന്തായിരിക്കും ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തീരുമാനമെടുക്കുക, എങ്ങനെ മുന്നോട്ട് പോകാനാണ് ഇവർ തീരുമാനമെടുക്കുക. ബേസിക്കലി വാട്ട് ഈസ് ദ ഫ്യൂച്ചർ ഓഫ് മൈ വ്യൂവേഴ്സ് റിലേഷൻഷിപ്പ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? അവരുടെ പേഴ്സൺ അവർക്ക് വേണ്ടി എന്ത് തീരുമാനമാണ് ഭാവിയിൽ കൈക്കൊള്ളുക? ഇവരുടെ റിലേഷൻഷിപ്പ് സക്സസ് ആവുമോ? ഫ്യൂച്ചർ ഓഫ് മൈ വ്യൂവേഴ്സ് റിലേഷൻഷിപ്പ്. Please guide me with future of my viewers relationship. They have chosen green aventuring angel. They have chosen green aventuring angel. Last shuffle. നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചു. എടുക്കുകയാണേ. പേജ് ഓഫ് സ്വാർഡ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, മജീഷ്യൻ, ക്വീൻ ഓഫ് സ്വാർഡ്സ്, ഹെറഫന്റ്, 6 of cups, world, judgment, 6 of pentacles. Bottom of the deck വന്നിട്ട് 4 of pentacles. ഓക്കെ, ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ ഫർദർ പറയുന്നുള്ളൂ കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് സോർട്സ്. എന്തുകൊണ്ടാണ് ഡിവൈൻ ഇവിടെ പേജ് ഓഫ് സോർട്സ് വന്നത്? എന്താണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തീരുമാനം ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഭാവിയിലുണ്ടാവുക? ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്? ക്വീൻ ഓഫ് വാൻഡ്സ്, 2 of wands ആൻഡ് 8 of wands. അവിടെ ഇവർ മിക്കവാറും സ്റ്റുഡൻ്റ് ആയിരിക്കണം. അതായത് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളും കേട്ടോ ആണെങ്കിൽ അവിടെ അവർ ഹൈലി അട്രാക്റ്റഡ് തന്നെയാണ് നിങ്ങളുമായിട്ട്. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. പക്ഷേ പഠിത്തം സംബന്ധമായിട്ടൊക്കെ ഇവർ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലായിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അറ്റ് പ്രസൻറ്റ്. ഇപ്പോൾ അവർ ഭാവിയിൽ നമ്മൾ നോക്കുന്നത്, ഭാവിയിൽ ഇവരെന്ത് തീരുമാനിക്കുമെന്നല്ലേ നോക്കുന്നത്. അവിടെ അറ്റ് പ്രസൻറ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, അതുമാത്രമല്ല ലോങ് ഡിസ്റ്റൻസിലുമാണ്. അതുകൊണ്ടുള്ള ഒരു ഡിലേ ആണ് ഇവിടെ കാണുന്നത്. അവർ നിങ്ങളെപ്പറ്റി വളരെ സീരിയസ് തന്നെയാണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം എന്ന് അവർ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഠിത്തം കഴിഞ്ഞ് അവരൊന്ന് സെറ്റിലാവുന്ന സമയത്ത്, ക്വീൻ ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ സ്വയം പര്യാപ്തത എന്നൊരു കാര്യം കൂടിയുണ്ട്. സ്വയം പര്യാപ്തമാകുന്ന സമയത്ത് നിങ്ങളുമായി കമ്മ്യൂണിക്കേഷനിൽ വരികയും നിങ്ങളുടെ റിലേഷൻ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോവുകയും ചെയ്യും
എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. അതൊരു പോസിറ്റീവ് ഔട്ട്കം ആയിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു ആൻഡ് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഏറ്റവും കൂടുതൽ രാശി കേട്ടോ. ഈ രാശിക്കാർക്ക് മാത്രമാണോ ചോദിച്ചാൽ അല്ല, എല്ലാ രാശിക്കാർക്കും തന്നെ ഉള്ളതാണ്. കൂടുതലായിട്ടും ഈ രാശിക്കാരാണ് അവിടെ കണക്റ്റ് ആയത്. എല്ലാ കാർഡ്സിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ക്ലാരിഫൈ 5 of Pentacles, ക്ലാരിഫൈ 5 of Pentacles, ക്ലാരിഫൈ 5 of Pentacles. അവർക്ക് മെയിനായിട്ട് ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് അവിടെ കാണുന്നത്. ഫൈനാൻഷ്യൽ ഇഷ്യൂസാണ് തടസ്സമെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തീരുമാനം ഉണ്ടായിരിക്കും ഭാവിയിൽ. 3 of Swords, Ace of Swords ആൻഡ് 8 of Swords. ഓക്കെ, അവർക്ക് അവിടെ ഫൈനാൻഷ്യൽ ഇഷ്യൂ തന്നെയാണ് മെയിനായിട്ട് ഒരു തടസ്സമായിട്ട് കാണുന്നത് കേട്ടോ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിരിക്കുന്ന രാശികൾ ഇതിൽ കേട്ടോ. ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവർക്കൊരു റിയലൈസേഷൻ ഉണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഗ്യാപ്പ്, അതായത് നിങ്ങൾ ഒരു പക്ഷേ കുറച്ച് റിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ അവർ കുറച്ച് റിച്ച് ആയിരിക്കും. അവിടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഗ്യാപ്പ് വരുന്നുണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി കിട്ടുന്നതായിട്ടും അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതുമായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അതായത് ഈ ബന്ധം മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് റിയലൈസ് ചെയ്തിട്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ ആ റിലേഷനിൽ നിന്നും നടന്ന് നീങ്ങുന്നതായിട്ട് വിട്ടുപോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ അവർക്കും ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ്. ഭയങ്കര സന്തോഷിച്ചിട്ടൊന്നും അല്ല അവർ പോകുന്നത്, പക്ഷെ അവർക്ക് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അവർ മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ അവർ മുന്നോട്ട് പോകുമെന്നാണ് അവിടെ കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദ മജീഷ്യൻ, ക്ലാരിഫൈ ദ മജീഷ്യൻ. അവരവരുടെ കേസ് എന്താണെന്ന് അവരവർക്കറിയാം, അതനുസരിച്ച് എടുക്കുക. ക്ലാരിഫൈ ദ മജീഷ്യൻ, ക്ലാരിഫൈ ദ മജീഷ്യൻ. ആക്ച്വലി ഒരു സെറ്റ് കാർഡ്സ് ഇങ്ങനെ എടുത്തിട്ട് എനിക്കത് നോക്കി പറയാം, ഒരൊറ്റ ആൾക്ക് വേണ്ടിയിട്ട് പറയാം. അതിനകത്ത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിൽ എടുത്തോളൂ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാം. പക്ഷേ നിങ്ങൾക്ക് യാതൊരു ക്ലാരിറ്റിയും കിട്ടില്ല. കാരണം നിങ്ങൾ ആയിരക്കണക്കിന് ആൾക്കാർ ഞാനുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സിനാറിയോ ഒന്നല്ല. അതുകൊണ്ട് തന്നെയാണ് മാക്സിമം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം 2 കാറ്റഗറി ആയിട്ട് തിരിച്ചു. അതിൽ തന്നെ ഓരോ കാർഡ് എടുത്തിട്ട് അതിനെ ഞാൻ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടാണ് പരമാവധി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് കുറച്ച് ക്ഷമയോടെ തന്നെ കാണുക. ഇതിലേതിലെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ക്ലാരിഫൈ ദ മജീഷ്യൻ, ക്ലാരിഫൈ ദ മജീഷ്യൻ, ക്ലാരിഫൈ ദ മജീഷ്യൻ. ജസ്റ്റിസ്, ലവേഴ്സ്, ഓക്കെ, സ്റ്റാർ. ഓക്കെ, അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ന്യായപ്രകാരമുള്ളൊരു തീരുമാനം തരണം എന്ന് തന്നെയാണ് അവരവിടെ വിചാരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരു കേസെന്നൊന്നും പറയുന്നില്ല. കാരണം ഇവർ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. ലവേഴ്സും സ്റ്റാറും മജീഷ്യനുമാണ് ജസ്റ്റിസിൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അവിടെ ഒരു കേസെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവർ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇരുട്ടും വരെ, ഇരുട്ടിയാലും ഉറങ്ങിയാലും ഉണ്ടാലും എന്താ പറയുക, എന്ത് ചെയ്യുമ്പോഴും, ജോലി ചെയ്യുമ്പോഴും അതെ, ചുമ്മാ ഇരിക്കുമ്പോഴും അതെ, ഏത് സമയം നിങ്ങളുടെ ചിന്തയാണ് ഇവർക്ക് മനസ്സിൽ. ഓക്കെ, ഒരുപാട് സ്നേഹത്തോടെയാണ്, അട്രാക്റ്റഡുമാണ് ഇവർ. കാരണം ലവേഴ്സ് കാർഡാണ്. അവർക്ക് എപ്പോഴും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ തോന്നാറുണ്ട് നിങ്ങളുടെ അടുത്ത്. അത്രയും എന്തുകൊണ്ടാണ് എനിക്ക് ഇവരുടെ അടുത്ത് ഇത്രയും അടുപ്പം തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ പറ്റിയിട്ട്. ഇത് തിരിച്ചും ആവാം കേട്ടോ. എല്ലാം വൈസ് വേഴ്സയും കൂടെ എടുത്തോളണം. അതുപോലെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. അവർ നിങ്ങളെ കിട്ടുക എന്നുള്ളത് അവരുടെ ജീവിതാഭിലാഷമാണ് കേട്ടോ. നിങ്ങളുടെ കൂടെ ഒരു ലൈഫൊക്കെ തന്നെയാണ് ഇവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ന്യായപ്രകാരം ഒരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടി എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് ഒരു സ്റ്റേബിൾ ലൈഫ് തരും എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ ലവ് അവിടെ
എന്താ പറയുക, വിജയിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ. ലിബ്ര തുലാരാശി, അക്വേറിയസ് കുംഭരാശി, ജെമിനായി മിഥുന രാശി, ടോറസ് ഇടവരാശി, എല്ലാം മേജർ അർക്കാന കാർഡാണ്. ഇത് നടന്നിരിക്കും. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സും ചിന്തയും നിങ്ങളോടുള്ള സ്നേഹം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? അപ്പം അത് വെച്ചിട്ട് നിങ്ങൾ എടുത്തോളണം കേട്ടോ. ക്വീൻ ഓഫ് സോർട്സ്, ഡെവിൾ, ഡെവിൾ കാർഡ് മറച്ചിട്ട് വേണം കാണിക്കാൻ, ഞാൻ കാണിക്കാം കേട്ടോ. 3 ഓഫ് വാൻഡ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഡബിൾ കാർഡ് മറച്ച് പിടിക്കണം, അത് ഞാൻ കാണിക്കുന്നില്ല, ഇവിടെ അങ്ങ് വെക്കാം. ഓക്കെ, അവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ സ്പൗസിനെ അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടിയെ, അവിടെ ക്വീൻ ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ സാന്നിധ്യം എന്നെടുത്താൽ മതി. ഇവരുടെ ലൈഫിലുള്ള അവരെ ഇവർക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അമ്മയായിരിക്കാം, വൈഫായിരിക്കാം, ഈവൻ സിസ്റ്റർ ആയിരിക്കാം. നിങ്ങളുടെ ബന്ധത്തിന് എതിർപ്പാണ് അവർക്ക്, ചുരുക്കി പറഞ്ഞാൽ. ഇവർ ഭയങ്കര കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര നെഗറ്റിവിറ്റി ഉള്ള ഒരാളാണ്. എന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് മാജിക് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യും ഇവരെ. അങ്ങനെയുള്ള ഒരാളാണ്. ഒരുപാട് പൈസ ഇവരുടെ കയ്യിൽ നിന്ന് ബലമായിട്ട് ഇവർ വാങ്ങിക്കുന്നും ഉണ്ടായിരിക്കും. എത്ര കൊടുത്താലും ഇവർക്ക് പോരാ. അതായത് ഈ തേർഡ് പാർട്ടിക്ക് ഇവരുടെ കയ്യിൽ നിന്ന് എത്ര പൈസ കിട്ടിയാലും പോരാ എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവരാകെപ്പാടെ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവരുടെ സൈഡിൽ നിന്നും ഉടനെ ഒരു ആക്ഷൻ ഉണ്ടാവില്ല. കാരണം ഇവർക്ക് ഇവരുടെ തേർഡ് പാർട്ടിയെ ഭയങ്കര പേടിയാണ് കേട്ടോ. അവിടെ അവർ പേടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു വെയിറ്റിംഗ് പീരീഡിൽ നിൽക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. സംശയിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് കുറേ പ്ലാനൊക്കെ ചെയ്ത് മാത്രമേ, 3 ഓഫ് വാൻഡ്സ് എന്ന് പറയുന്ന ഒരു പ്ലാനിങ്ങിൻ്റെയും കൂടെ കാർഡാണ്. അതായത് കുറേ പ്ലാൻ ചെയ്തിട്ട് മാത്രമേ ഇവർക്ക് ഈ റിലേഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ് അവിടെ. ബേസിക്കലി ഇവർക്ക് ഇവരുടെ തേർഡ് പാർട്ടിയെ ഭയങ്കര ഭയമാണ് കേട്ടോ. സോർട്സ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. കാപ്രിക്കോൺ കുറച്ച് കൂടുതലായിട്ട് ഉണ്ട്. എല്ലാ രാശിയിൽ നിന്ന് തന്നെ വന്നു അവിടെ കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഏതിലാണെന്ന് നോക്കിക്കോളൂ. ക്ലാരിഫൈ ദ ഹെയറോഫന്റ്, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്, ക്ലാരിഫൈ ദ ഹെയറോഫന്റ്. Seven of Cups, okay, 10 of Pentacles and Emperor. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അവിടെ ഇടവരാശി ടോറസ്, ഏരീസ് രാശി മേടരാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളുടെ ഈ പേഴ്സൺ മെയിനായിട്ട് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ഈഗോ, അതൊക്കെ മുറുകെ പിടിക്കുന്ന ഒരാളാണ്. അതേപോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അവരുടെ ജോലി, അവരിയ്ക്കുന്ന പദവി, ജോലി ചെയ്യുന്ന പദവി, അതൊക്കെ അവർ ഭയങ്കരമായിട്ട് അവർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കുന്ന കാര്യങ്ങളാണ്. അവർക്കതൊക്കെ ഭയങ്കര എന്താ പറയുക, ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അതൊന്നും വിട്ട് കളഞ്ഞിട്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ട് കളഞ്ഞിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല കേട്ടോ. അവരതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരിക്കും. ഇവർ ചിലപ്പോൾ ഉന്നത പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിൽ, അതേപോലെ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ, പൂജാരി എന്ന് വെച്ചാൽ 4 പേര് ഇവരുടെ അടുത്ത് ഉപദേശം ചോദിച്ചു പോവാറുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് അവരുടെ എക്സിസ്റ്റിംഗ് മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്, കല്യാണം കഴിഞ്ഞ ആളായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെ 4 പേർക്ക് അറിയാം. അപ്പോൾ അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ആ റിലേഷൻ വേറൊന്നിലേക്ക് പോയാൽ ആൾക്കാരെന്ത് പറയും, സൊസൈറ്റി എന്ത് വിചാരിക്കും, ലോകം എന്ത് പറയും എന്നൊക്കെയുള്ള ചിന്ത ഇവരെ ഭയങ്കരമായിട്ട്
കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് ചിന്തകളാണ് ഇവർക്ക് മനസ്സിൽ. സ്നേഹം നിങ്ങളോട് ഉണ്ടെങ്കിലും മനസ്സിൽ അടക്കി പിടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അവിടെ ഫാമിലിയുമായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട്, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ട് ഇവർക്ക് എന്താ പറയുക, ഇമോഷൻസ് എന്ന് പറയുന്ന, വികാരങ്ങളെന്ന് പറയുന്ന രണ്ടാമതാണ് വരുന്നത്. അവിടെ ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളാണ് ഇവർക്ക് മെയിനായിട്ട് ഇവരുടെ ഫോക്കസിലുള്ളത്. കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ്, മെയിനായിട്ട് ഇവർ ചെയ്യുന്ന ജോലി, അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് കയ്യിൽ പിടിക്കുന്ന ആൾക്കാരാണ് ഇവർ. ഇവിടെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ആസ് ഇറ്റ് ഈസ് വരുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. ക്ലാരിഫൈ 6 of Cups. Clarify 6 of Cups. Clarify 6 of Cups. അവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ് കാണുന്നത്. വേൾഡ് കാർഡും 6 of Cups വന്നപ്പോഴേ ഞാൻ വിചാരിച്ചു. 4 of Pentaclesഉം ഓക്കെ, 2 of Cupsഉം. അവിടെ ലോങ് ഡിസ്റ്റൻസ് ആണ് മെയിനായിട്ട്. ദൂരെ ഇരുന്നുകൊണ്ട് ഇവർ ജോലി സംബന്ധമായിട്ടൊക്കെ പുറം നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിരിക്കും. അവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളെ തന്നെ ഓർക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ തമ്മിൽ കുറേ കാലമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. രണ്ടുപേരും പരസ്പരം തന്നെ ഓർക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെക്കുറിച്ച് ഇവർ കുറച്ച് പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഇൻസെക്യൂറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർക്ക് മെയിനായിട്ട് നിങ്ങളിവരെ വിട്ടു പോകുമോ, നിങ്ങൾ വേറെ തീരുമാനം എടുക്കുമോ എന്നൊക്കെ ഇവർക്ക് ഭയം എപ്പോഴും ഉണ്ട്. കാരണം ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. വിചാരിക്കുമ്പോഴൊക്കെ ഓടിയെത്തി നിങ്ങളെ കാണാൻ സാധിക്കാറില്ല. അപ്പോൾ നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് ഇവരുടെ ഒരു നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഒരു റീയൂണിയൻ ഉണ്ടാവുകയും നിങ്ങളുടെ റിലേഷൻ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയും ചെയ്യും എന്ന് തന്നെയാണ് ഡിവൈനോട് പറയുന്നത് കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ് ഒക്കെ കേട്ടോ. വേൾഡ് കാർഡ് വെച്ചിട്ട് എല്ലാ രാശിയും തന്നെ അതിൽ വരും. എന്നാലും സ്പെസിഫിക്കലി ഈ രാശികളാണ് കണക്റ്റ് ആയിരിക്കുന്നത്. ദ വേൾഡ് ഇവിടെ വീണ്ടും ലോങ് ഡിസ്റ്റൻസ് ആണ്. ക്ലാരിഫൈ ദ വേൾഡ്. ക്ലാരിഫൈ ദ വേൾഡ്. ഓക്കെ, സ്ട്രെങ്ത് നാച്ചുറലി ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കുമ്പോൾ 6 of Swords, ഓക്കെ, കിങ് ഓഫ് കപ്സ്. ഇവർ ലോങ് ഡിസ്റ്റൻസിലുള്ളവർ തന്നെയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ജോലി സംബന്ധമായിട്ടോ മറ്റെന്തെങ്കിലും സാഹചര്യത്തിൽ ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്. നിങ്ങളിൽ നിന്നും ദൂരെയാണ് ഇവർ താമസിക്കുന്നത്. യാത്ര ചെയ്ത് മാത്രമേ നിങ്ങൾ വന്ന് കാണാനൊക്കെ സാധിക്കാറുള്ളൂ. ഓക്കെ, അവിടെ ഈ ലോങ് ഡിസ്റ്റൻസ് മാറാൻ വേണ്ടി ക്ഷമയോടെ അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ലീവിനൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ദൂരദേശത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒക്കെ കുറച്ച് നിങ്ങളുടെ പേഴ്സൺ നാട്ടിൽ തന്നെ ആണെന്ന് വിചാരിക്കൂ, വേറെ സ്ഥലത്തായിരിക്കും. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ട്രിവാൻഡ്രത്താണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വേറെ കോഴിക്കോടോ മലപ്പുറം അങ്ങനെ നിങ്ങളിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്, ട്രാവൽ ചെയ്ത് വരണം. പക്ഷെ ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് അവർ നിങ്ങളെ വന്ന് കാണുമെന്നും കുറച്ച് ക്ഷമയോടെ ഇരിക്കണം. കാരണം ലോങ് ഡിസ്റ്റൻസ് ആണ്. അവർക്ക് ജോലിയുള്ള അവിടെ ഓടി വന്ന് നിങ്ങളെ കാണാൻ സാധിച്ചു എന്ന് വരില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് നിങ്ങളോട് അബ്സല്യൂട്ട് സ്നേഹമാണ്, ഒരുപാട് സ്നേഹം തന്നെയാണ്. ഈ സിറ്റുവേഷൻ ക്ഷമയോടെ ഹാൻഡിൽ ചെയ്യണം. നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യാത്ര ചെയ്ത് ആ ഡിസ്റ്റൻസ് കവർ ചെയ്ത് വന്ന് നിങ്ങളുമായൊരു ഒന്നിക്കൽ തന്നെയാണ് അവരുടെ മനസ്സിലും. ഭാവിയിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇവരുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും കിട്ടുന്നതാണ്. കാരണം സ്നേഹമുണ്ട് അവിടെ. ലോങ് ഡിസ്റ്റൻസ് മാത്രമേ അവിടെ ഒരു പ്രശ്നമുള്ളൂ. പക്ഷെ അത് കവർ ചെയ്ത് വരാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്കൊന്നിച്ചൊരു ജീവിതം കാണുന്നുണ്ട് അവിടെ കേട്ടോ. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ലിയോ, ചിങ്ങരാശി എത്രയാണ് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ഇന്ന് കുറേയേറെ പോസിറ്റീവാണ് അല്ലേ? ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നവർ കരുതുന്നു. ഇപ്പോൾ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോൺലിനെസ്, അതായത് ഒറ്റപ്പെടൽ അവർക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്. ജഡ്ജ്മെൻ്റ് വെച്ചിട്ട്
ഇവിടെ വേറെ എന്തെങ്കിലും ആണോ റീസൺ എന്ന് ഞാൻ നോക്കുമായിരുന്നു. നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ അവർ സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. കാരണം കേസിൻ്റെ ഇടയിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ പ്രശ്നമാവും എന്നുള്ള രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഉറക്കമൊന്നുമില്ല, സ്ട്രെസ്സാണ്, ആങ്സൈറ്റിയാണ് കേട്ടോ. ഒരുപാട് സങ്കടത്തിലും പേടിയിലും ഒക്കെ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. ഇതെന്താവും എന്നുള്ള ടെൻഷനും ഉണ്ട്. വിധി നമുക്ക് അനുകൂലമാവുമോ, എന്താവും എന്നൊക്കെയുള്ളൊരു ടെൻഷൻ അവർക്കുണ്ട്. പക്ഷെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ്. ഈ കേസിൻ്റെ വിധി ആവുന്ന സമയത്ത് തീർച്ചയായും നിങ്ങളെ അവർ അന്വേഷിച്ച് വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയും തന്നെ ചെയ്യും. ഓക്കെ, സെപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ സെപ്പറേഷൻ പോസിബിൾ ആവുന്നതായിട്ട്, അതായത് നിങ്ങളുടെ പേഴ്സൺ വേറെ മാരീഡ് ആണെങ്കിൽ നിങ്ങൾ വേറെ മാരീഡാണ്, നിങ്ങൾ സെപ്പറേറ്റഡ് ആവാൻ ട്രൈ ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റഡ് ആവാൻ ട്രൈ ചെയ്യുന്നുവെങ്കിൽ അവിടെ ഒരു സക്സസ് ആണ് കാണുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, തുലാം ആൻഡ് ലിബ്ര ഏറ്റവും കൂടുതൽ. Clarify 6 of Pentacles. Clarify 6 of Pentacles. Death. Queen of Pentacles. Okay. കാർഡ് കയ്യിൽ നിന്ന് പോയെന്ന് ഷഫിൾ ചെയ്തോട്ടെ. കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓ ഓക്കെ. ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഒരു ഫൈനാൻഷ്യൽ കൊടുക്കൽ വാങ്ങൽ നടക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരേ കമ്പനിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് ജോബ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉള്ളതാണ് എന്നാണ് കാണുന്നത്. ഇതൊരു ക്ലൂ ആയിട്ട് പറയുന്നേ ഉള്ളൂ കേട്ടോ. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസും ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് പെൻറ്റക്കിൾസും വന്നവിടെ ഫൈനാൻസ് കൊടുക്കൽ വാങ്ങൽ നിങ്ങളുടെ ഇടയിൽ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ നിങ്ങളുടെ ബോസ് ആയിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ, അങ്ങനെയും ആവാം കേട്ടോ. ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ കിട്ടാറിനാൽ നിങ്ങൾ ഇവർക്ക് പൈസ കൊടുക്കാറുണ്ട്. അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം എന്നിവർ ആഗ്രഹിക്കുന്നു. ഇവരെ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവർ നിങ്ങളുടെ അടുത്ത് പ്രപ്പോസ് ചെയ്യും കേട്ടോ. നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് അവരുടെ അടുത്ത്, അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ആളാണ്, നിങ്ങളും നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് കാണുന്നു. ഇവർ നിങ്ങളുടെ അടുത്ത് ഇതുവരെ മനസ്സ് തുറന്നിട്ടില്ലെങ്കിൽ ഇവർ തീർച്ചയായും ഒരു മാരേജ് പ്രപ്പോസലൊക്കെ നിങ്ങൾക്ക് തരാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. ഓക്കെ, അൺഎക്സ്പ്രസ്ഡ് ലവ് ആണോ എക്സ്പ്രസ്ഡ് ലവ് ആണോ, രണ്ട് കേസിലും ഇവർക്ക് നിങ്ങളോട് ബഹുമാനവും ഉണ്ട്, സ്നേഹവും ഉണ്ട്. പരസ്പരം അങ്ങനെ തന്നെയാണ്. അവർ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കുന്നതായി. ഇത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനോ ഉദ്യോഗസ്ഥയോ ആയിരിക്കാം. നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ജോലി സംബന്ധമായി നിങ്ങൾ തമ്മിൽ കൊടുക്കൽ വാങ്ങലുണ്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. അവിടെ നിങ്ങളുടെ റിലേഷൻ ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾ പരസ്പരം സ്നേഹം കൈമാറുന്നതായിട്ടും ഒരു പക്ഷേ ഇതൊരു വിവാഹത്തിൽ എത്തുന്നതായിട്ടും തന്നെ കാണുന്നുണ്ട്. കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾ, ക്വീൻ ഓഫ് പെൻറ്റക്കിൾ പറയുന്നത് കപ്പിൾസാണ്. ഓക്കെ, അവിടെ നിങ്ങളൊരു കപ്പിൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട് കാണുന്നു. ഓക്കെ, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഡെത്ത്, സ്കോർപ്പിയോ, വൃശ്ചിക രാശി, വീണ്ടും ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആണ് ഏറ്റവും കൂടുതൽ. രാശി നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. എല്ലാ രാശിയും തന്നെ എല്ലാവർക്കും ഇതിൽ പറയുന്നതെല്ലാം എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. പർട്ടിക്കുലർലി ഈ രാശി കണക്റ്റ് ആവുന്നു കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ സിനാറിയോ എന്താണോ അത് പോലെ എടുക്കുക. ക്ലാരിഫൈ. 4 ഓഫ് പെൻറ്റക്കിൾസ് ബോട്ടം ഓഫ് ദി ഡെക്കാണ് കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ് എന്താണ്? പേജ് ഓഫ് സോർഡ്സ്. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ, എംപ്രസ്. ഓക്കെ,
ഇവർ നിങ്ങളുടെ അടുത്ത് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ലക്കി ചാമാണ് എന്നൊക്കെ അവർ വിചാരിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ലൈഫിൽ ഒരുപാട് ഭാഗ്യങ്ങൾ ഉണ്ടായത് എന്നവർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ഇവരുടെ ഫീലിംഗ് മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. കാരണം അവിടെ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഇവർ സ്റ്റുഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. ഒന്നുകിൽ അവിടെ ഒരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു സ്റ്റുഡൻ്റ് ആണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതുകൊണ്ട് ഇപ്പോൾ തുറന്ന് പറഞ്ഞാലും പ്രയോജനമില്ല, ഭാവിയിൽ എന്താവും എന്നറിയില്ലല്ലോ. അപ്പോൾ ജോലിയൊക്കെ ആയതിനു ശേഷം പറയാം. അതായത് ഈ സമയവും മാറട്ടെ, ഈ സമയം മാറും, ഒരു ഗുഡ് ലക്ക് ടൈം ഇവർക്ക് വരും. അത് വന്നതിന് ശേഷം ജോലിയിലൊക്കെ ഇവർക്ക് സ്വയം സമ്പാദ്യമൊക്കെ ആയതിനു ശേഷം നിങ്ങളോട് മനസ്സ് തുറക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ അവിടെ ഒരു നല്ല കാലം വരുന്നതായിട്ടും ഇവർ നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടുമാണ് കാണുന്നത്. കാരണം നിങ്ങൾ അവരുടെ ലൈഫിലുള്ള എംപ്രസ് സാന്നിധ്യമാണ്. നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അവർക്ക് നിങ്ങളല്ലാതെ അവരുടെ ലൈഫിൽ വേറെ ആരും വേണ്ടെന്ന് തന്നെയാണ്. നിങ്ങൾ ഒരുപാട് ഭാഗ്യവുമായിട്ടാണ് ഇവരുടെ ലൈഫിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം മനസ്സ് തുറക്കാതെയൊക്കെ ഇരിക്കുകയായിരുന്നു. കൂടുതലായും ഒന്നുകിൽ സ്റ്റുഡൻ്റ് ആയിരുന്നിരിക്കണം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ആയിരുന്നിരിക്കണം. ഇത് രണ്ടും തന്നെ ആണെങ്കിൽ അത് തരണം ചെയ്ത് നല്ല രീതിയിലൊരു മാറ്റം അതിന് വന്നിട്ട് നിങ്ങളോട് പ്രപ്പോസ് ചെയ്യുന്നതായിട്ടും റിലേഷൻ മുന്നോട്ട് പോകുന്നതായിട്ടുമാണ് കാണുന്നത്. ടോറസ് ഇടവരാശി കൂടുതലായിട്ടും, പിന്നെ ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഓക്കെ, ഇതായിരുന്നു ഗ്രീൻ അവെഞ്ചറിൻ എടുത്തവർക്കുള്ള റീഡിംഗ്. അപ്പോൾ ഇതിൽ കുറേ പേരുടെ കവറായില്ലേ. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പും കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടേറെ പേർക്ക് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, അടുത്ത ഗ്രൂപ്പിലേക്ക് പോകാം. എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്തത് റോസ് കോട്ട്സ് ഏഞ്ചലാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞു തരൂ. ഇവരുടെ പേഴ്സൺ ഇവർക്കായി എന്ത് തീരുമാനമാണ് എടുക്കുക എന്ന് പറഞ്ഞു തരും. ഇവരുടെ റിലേഷൻഷിപ്സ് സക്സസ് ആവുമോ, എന്താണ് ഇവരുടെ പേഴ്സൺ ഇവർക്കായിട്ട് തീരുമാനം എടുക്കുക, ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്ന് പറഞ്ഞു തരും. നല്ല കാർഡ്സ് തന്നെ തരുക. ശിവാൻ. Five of Swords, okay, Magician, Nine of Swords, Two of Pentacles, Five of Cups, King of Cups, okay, World. കുറേയേറെ ലോങ് ഡിസ്റ്റൻസുകാരുണ്ട് അല്ലേ, ഒരുപാട് പേര് ലോങ് ഡിസ്റ്റൻസിലാണെന്ന് തോന്നുന്നു. Nine of Pentacles, Three of Cups, bottom of the deck വന്നിട്ട് Hierophant. ഹെറോഫൻ്റ് വന്നു പറഞ്ഞാൽ നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. അതിൻ്റെ നമ്മൾ ക്ലാരിഫൈ ചെയ്യുമ്പോൾ അത് എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. ക്ലാരിഫൈ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ. ക്ലാരിഫൈ ഫൈവ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ ഫൈവ് ഓഫ് സോർട്സ്, ക്ലാരിഫൈ ഫൈവ് ഓഫ് സോർട്സ്. Ace of Wands, Ace of Cups, very good, and Seven of Pentacles. അതായത് ഇവർ വെയിറ്റിംഗ് പീരീഡിലായിരുന്നു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് മൂലം. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉണ്ടെങ്കിലും നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇവർ ഒന്ന് സംശയിച്ച് നിൽക്കുകയായിരുന്നു. ഫൈനാൻഷ്യൽ ഡിഫിക്കൽറ്റി ആയിരുന്നു അവിടെ. ചിലപ്പോൾ ജോലിയൊന്നും ആയിട്ടുണ്ടാവില്ല ആ സമയത്ത്. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയിട്ടും ഇവർ ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് മുഖം തിരിച്ച് നിന്നിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവർക്കൊരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് വേണം, ഒരു റൊമാൻറ്റിക് ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൽ ഒരുപാട് സ്നേഹവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അടുത്ത ലെവലിലേക്ക് പോകുന്നതായിട്ട് കാണുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ചിട്ട് എത്രത്തോളം സ്നേഹം ഉണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ അല്ലേ. ഇതിൽ ആക്ച്വലി എല്ലാ രാശിയും തന്നെ വന്നിട്ടുണ്ട്. കപ്സ് ഉണ്ട്, വോൺസ് ഉണ്ട്, പെൻഡക്കിൾസും ഉണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ രാശിയും തന്നെ വന്നിട്ടുണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം,
അതേപോലെ മോൺസും ഉണ്ട് അല്ലേ. ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം. സോട്സും ഉണ്ട്. ലിബ്ര ജമുന അക്വേറിയസ് തുലാം മിഥുനം കുംഭം എല്ലാ രാശിയും വന്നു അവിടെ. ക്ലാരിഫൈ മജീഷ്യൻ. ക്ലാരിഫൈ മജീഷ്യൻ നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. ക്ലാരിഫൈ മജീഷ്യൻ. ലവേഴ്സ്. ഞാൻ വിചാരിച്ചു അത് വരുമെന്ന്. അങ്ങനെ തന്നെ വരുള്ളൂ. കാരണം ആൻഡ് സ്റ്റാർ ലവേഴ്സും സ്റ്റാറും 6 ഓഫ് പെൻറ്റക്കിൾസ് ഇത് കഴിഞ്ഞ ഗ്രൂപ്പിലും റിപ്പീറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ ഇതേ സെറ്റ് ഓഫ് കാർഡ്സ്. ലവേഴ്സ്, സ്റ്റാർ, 6 ഓഫ് പെൻറ്റക്കിൾസ് അല്ലേ, ഇതേ കാർഡ് റിപ്പീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് നിങ്ങളോട് ജെനുവൻലി ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നവർ വിചാരിക്കുന്നു. സ്നേഹം കൊടുത്ത സ്നേഹം കൈവറ്റണം എന്ന് തന്നെ വിചാരിക്കുന്നു. നിങ്ങളെ പ്രതി അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട്, അട്രാക്ഷൻ ഉണ്ട്. നിങ്ങൾ അവരുടെ ലൈഫ് പാർട്ട്ണർ ആകണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ തന്നെ രാവിലെ എണീറ്റാൽ ഉറങ്ങും വരെ ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഇവർ നിങ്ങളെ പറ്റി തന്നെയാണ് ഓർക്കുന്നത്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഒരുപാട് വെളിച്ചം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ കരുതുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിനെ പറ്റിയിട്ടും, കാരണം ലവേഴ്സ് എന്ന് പറയുന്ന മ്യൂച്വൽ അട്രാക്ഷനും കൂടെ പറയുന്നതാണ്. എന്ന് വെച്ചാൽ അവിടെ ഒരു കുടുംബജീവിതം തന്നെയാണ് അവരാഗ്രഹിക്കുന്നത് കേട്ടോ. ഇവിടെ നിങ്ങളുടെ റിലേഷൻ സക്സസ് ആവുന്നതായിട്ടും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നതായിട്ടും തന്നെയാണ് അവിടെ കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇടവം ടോറസ് രാശി, അക്വേറിയസ് കുംഭ രാശി, മിഥുന രാശി ജെമിനി, ടോറസ് വിർഗോ കാപ്രിക്കോൺ ഇടവം കന്നി മകരം. ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്. പുറത്താണ് ഈ പട്ടികൾ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്. ക്ലാരിഫൈ 9 ഓഫ് സോർട്സ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കേൾക്കാവല്ലോ അല്ലേ? ഞാൻ ഇച്ചിരി കൂടെ ഉച്ചത്തിൽ പറയാം. ജഡ്ജ്മെന്റ്, 3 ഓഫ് സോർട്സ്, ഓക്കെ, ആൻഡ് 2 ഓഫ് വോൺസ്. അവിടെ നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഓൾറെഡി സെപ്പറേറ്റഡ് ആണെന്ന് കാണുന്നു. കാരണം അവിടെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓരോ കേസിൻ്റെ കാര്യം വന്നതുകൊണ്ട് ഞാൻ പറയും ഇത് ഇവർ മാരീഡ് ആണ് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ. അവിടെ ആ കേസിൻ്റെ കൂട്ടത്തിൻ്റെ ഒക്കെ കാര്യം കൊണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇപ്പോൾ അത് പെർമനൻ്റ്ലി സെപ്പറേറ്റഡ് ആണ് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവിടെ അവർ യാതൊരു ആക്ഷനും എടുക്കുക. അഥവാ ഒരു കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഗ്രൂപ്പുകാരുടെ കേസിൽ അത് ഒത്തുതീർപ്പാവും. അതായത് ഇവർ പിരിയുന്നില്ല എന്ന് തീരുമാനിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. കാരണം അവിടെ ആ തേർഡ് പാർട്ടിക്ക് മുൻതൂക്കം വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് കിട്ടുന്നതായിട്ടും കാണുന്നു കേട്ടോ. അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ്ഡും ആണ്. പക്ഷെ എന്തോ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് അവർക്ക് അനുകൂലമായിട്ട് തീരുമാനം എടുക്കേണ്ടുന്നൊരു സാഹചര്യം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് ഇതിലെന്താണോ കാണുന്നത് ഞാൻ അതുപോലെ പറയുകയാണ്. ഓക്കെ, ഓവറായിട്ട് ടെൻഷനായി ഹെൽത്ത് ചീത്തയാക്കരുത്. ഏരീസ് ലിയോ സാജിറ്റേറിയസ് മേടം ചിങ്ങം ധനു ലിബ്ര തുല രാശി, ലിബ്ര ജമുന അക്വേറിയസ് തുലാം മിഥുനം കുംഭം ഏറ്റവും കൂടുതലായിട്ട് അവിടെ കണക്ട് ആയത്. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. 4 of Pentacles, okay, 6 of Cups and 7 of the Chariot, sorry, and the Chariot, 2 of Pentacles. ഞാനിത് എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്ന അതാണ് സ്റ്റാമറിങ് ആയത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഈ ലോകത്ത് ഒരുപാട് യൂണിഫോംഡ് ജോബ്സ് ഉണ്ട്. ഇവർ നിങ്ങളിൽ നിന്നും ലോങ് ഡിസ്റ്റൻസിലോ ആണ്. ഓക്കെ, അവിടെ നിങ്ങൾ തമ്മിൽ കുറച്ച് കാലമായിട്ടുള്ള ബന്ധമാണ് കേട്ടോ. ഇവർക്ക് ഒരുപാട് ഓർമ്മകളുണ്ട് നിങ്ങളുമായിട്ട്. ലോങ് ഡിസ്റ്റൻസിലാണ്. ചിലപ്പോൾ ജോലിയുടെ പ്രശ്നം കാരണം ഇവർക്ക് പെട്ടെന്ന് ലീവൊന്നും എടുത്ത് നിങ്ങളെ വന്ന് കാണാൻ സാധിക്കണ്ടാവില്ല. അവിടെ ഇവർ നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നു കേട്ടോ. നിങ്ങളുടെ ഓർമ്മകളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വന്ന് കാണണം, സംസാരിക്കണം എന്നൊക്കെ ഇവർക്ക് വളരെയധികം ആഗ്രഹം തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു ജഗ്ലിങ്, ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷനിലും ആണ്. കാരണം ഇവർ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു.
തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പേഴ്സണോ മാരീഡ് ആയിരിക്കാൻ ഒരു തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഓക്കെ, എന്താ തന്നെ ആയാലും ഇവർക്ക് ഒരു ഭയമുണ്ട് നിങ്ങൾ അവരെ വിട്ടു പോവോ എന്ന്. തിരിച്ചു ആവാം. ഓക്കെ, ഒരു സംശയം ഉള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇവർ നിങ്ങളെ കാണാൻ വരാൻ തീരുമാനിക്കുന്നതായിട്ട് കാണുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് നിങ്ങളെ വന്ന് കാണുന്നതായിട്ടാണ് കാണുന്നത്. ഉറച്ച തീരുമാനം എന്താണെന്നുള്ളത് നിങ്ങൾ തമ്മിൽ കാണുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇത്രയും നൊസ്റ്റാൾജിയും ഇൻസെക്യൂരിറ്റിയൊക്കെ ഉള്ള സ്ഥിതിക്ക് അതൊരിക്കലും ഒരു നെഗറ്റീവ് തീരുമാനമായിരിക്കാൻ സാധ്യതയില്ല. ഒരു ഉറച്ച തീരുമാനത്തോടെ നിങ്ങളെ കാണാൻ വരുന്നു. കാരണം ഇൻസെക്യൂരിറ്റി ഉണ്ട്, പൊസസീവ്നെസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെ അവർ ആർക്കും വിട്ടുകൊടുക്കില്ലല്ലോ. അപ്പോൾ ഒരു തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ക്യാൻസർ, കർക്കിടക രാശി, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ക്ലാരിഫൈ 5 of cups. Clarify 5 of cups. Clarify 5 of cups. Knight of cups. 5 of cups വീണ്ടും. ആൻഡ് 6 of wands. നിങ്ങൾ തമ്മിൽ എന്തോ വഴക്ക് നടന്നിട്ടുണ്ട്. ടെമ്പററി സെപ്പറേഷനിലാണ്. നിങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്താൽ അല്ലെങ്കിൽ പരസ്പരം ബ്ലോക്ക് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ മനഃപൂർവ്വം വിളിക്കാതിരിക്കുകയാണ്, സംസാരിക്കാതിരിക്കുകയാണ്. ഓക്കെ, ബ്ലോക്ക് ചെയ്ത് കാണില്ല, പക്ഷെ സംസാരിക്കാതിരിക്കുകയാണ്. രണ്ടുപേരും തന്നെ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഈ പിണക്കം മാറ്റാൻ വേണ്ടി ഇവർ ഒരു സോറിയൊക്കെ പറഞ്ഞ് ഒന്നുകിൽ നിങ്ങളെ വന്ന് കാണുക, അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യും. അവിടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു മാരേജിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ചെറിയ പിണക്കങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞു തീർക്കുന്നതാണ്, അതിനെ വലിച്ചു നീട്ടി കൂടുതൽ പ്രശ്നമായി നിങ്ങളെ വിഷമിച്ച് അവരെ വിഷമിപ്പിച്ച് അല്ലേ, എന്തിനാ അത്? ചെറിയ പിണക്കമൊക്കെ ആണെങ്കിൽ തീർത്തേരെ കേട്ടോ. ഭീകര പ്രശ്നമൊക്കെയാണ് ഞാൻ ഇടപെടില്ല. കുഞ്ഞു പ്രശ്നമാണ്, നിങ്ങൾക്ക് സംസാരിച്ച് തീർക്കാവുന്നതാണെങ്കിൽ തീർക്കുന്നതല്ലേ നല്ലത്. എന്തിനാ അതിനെ വലിച്ച് നീട്ടുന്നത് അല്ലേ? വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. എല്ലാം അത് തന്നെയാണ്. കർക്കിടകം, വൃശ്ചികം, മീനമാണ് ഏറ്റവും കൂടുതൽ. കിങ് ഓഫ് കപ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. Three of cups. Okay. Ace of Pentacles. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തായാലും കാണുന്നുണ്ട് കേട്ടോ. 9 of cups. ഓക്കെ, ഇവർക്ക് ഒരുപാട് സ്നേഹമാണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം ഒരു പക്ഷേ നിങ്ങളെ ഫ്രണ്ട് സോൺ ചെയ്തിരിക്കാം. ഫ്രണ്ട് ആയിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് കാണും. പൈസയാണ് അവിടെ പ്രശ്നമായിട്ട് കാണുന്നത് കേട്ടോ. ഇവിടെ തേർഡ് പാർട്ടി മിക്കവാറും പാരൻ്റൽ പ്രഷർ ആയിരിക്കാനാണ് സാധ്യത. പാരൻസ് ആയിരിക്കും, അച്ഛനമ്മ, അങ്ങനത്തെ എതിർപ്പൊക്കെ ആയിരിക്കും. അവിടെ നിങ്ങൾ തൽക്കാലം ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞതായിരിക്കും നേരത്തെ. പക്ഷെ അവിടെ ഫൈനാൻസിൻ്റെ പ്രശ്നം സോൾവ് ആവുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു ജോലി, ഒരു പുതിയ തുടക്കം ഒക്കെ കാണുന്നുണ്ട് ഫൈനാൻസിന്. അപ്പോൾ അവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ജോലിയൊക്കെ ആയി കാണണം. അവർ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രപ്പോസലായിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ റിലേഷൻ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിലേക്ക് എത്തുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഭയങ്കര സ്നേഹമാണ്. കാരണം കിങ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഓക്കെ, ക്ലാരിഫൈ ദ വേൾഡ്. ക്ലാരിഫൈ ദ വേൾഡ്. പിന്നെ ഒരു ക്ലാരിഫൈ ദ വേൾഡ്. ക്ലാരിഫൈ ദ വേൾഡ്. Clarify the world. Page of Wands, 5 of Wands. Okay. Strength. ലോങ് ഡിസ്റ്റൻസ് ആണ്. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിലുണ്ട്, മെസ്സേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാറുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആണ്. പക്ഷെ നല്ല വഴക്കായിട്ടുണ്ട്. കാരണം ഇവർ പറഞ്ഞ പ്രകാരം പ്രവർത്തിക്കുന്നില്ല. നിങ്ങളുടെ അടുത്ത് വരാം, കാണാം, അല്ലെങ്കിൽ ലീവിന് വരാം, ഉടനെ വരാം, ഇന്ന് വരാം, നാളെ വരാം എന്ന് പറയണ്ടാവും.
ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും, നിങ്ങൾ ഇരിക്കുന്നതിൽ നിന്നും വിട്ടായിരിക്കും ഇവർ ഇരിക്കുന്നത്. പറഞ്ഞ പ്രകാരം ഇവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് പറഞ്ഞിട്ട് ഇവരുടെ നിങ്ങൾക്ക് ക്ഷമ കെട്ടിട്ട് നിങ്ങൾ ഇവരുടെ അടുത്ത് വഴക്കിട്ടിട്ടുണ്ട്. നിങ്ങൾ തിരിച്ചു ആവാം കേട്ടോ. ഒരു നല്ല വഴക്ക് തന്നെ ആയിട്ടുണ്ട്. അവിടെ അവർ കാര്യം തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഒരു ക്ഷമാപണം നിങ്ങളോട് ചോദിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ആസിറ്റീസ് ഇനി ഉടനെ അതൊരു കമ്മിറ്റ്മെൻറ്റിലെത്തും. കമ്മിറ്റ്മെൻ്റ് അല്ല, ഒരു കല്യാണത്തിലെത്തും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും. ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്നാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു സൈക്കിളാണ്. നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ഇങ്ങനെ വഴക്കിടുക, വീണ്ടും കൂടുക, വഴക്കിടുക, വീണ്ടും കൂടുക എന്നുള്ളത്. ഈ റിലേഷൻ ഒരു വിവാഹത്തിലെത്തുമോ? ഈ റിലേഷൻ ഒരു വിവാഹത്തിലെത്തുമോ? വിമയനസം നോക്കാം. അവിടെ ആക്ച്വലി ഒരു തടസ്സമാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒരു തടസ്സമാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസ് ഉണ്ട്. അവിടെ വഴക്ക് വരാനുള്ള കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഓക്കെ, അതിനെ ചൊല്ലിയാണ് നിങ്ങൾ ക്രോസ് റോഡാണ്. കാരണം അവർ ഇൻഡിസൈസീവ് ആണ്. ഒരു തീരുമാനം നിങ്ങളെ അറിയിക്കുന്നില്ല. അതുകൊണ്ടുള്ള ദേഷ്യമാണ് നിങ്ങൾക്ക്. ലോങ് ഡിസ്റ്റൻസ് മാത്രമല്ല, ഇത് ഇന്ന് വരാം, നാളെ വരാം, നാളെ തീരുമാനിക്കാം, മറ്റന്നാൾ തീരുമാനിക്കാം എന്ന് ഇവരിങ്ങനെ പറയുന്നു. ഇതിനൊരു തീരുമാനം ആവുന്നില്ല. അപ്പം നിങ്ങൾക്ക് ക്ഷമ കിട്ടും എന്നുള്ളൊരു രീതിയാണ് അവിടെ കാണുന്നത്. അത് ഈ കൺഫ്യൂഷൻ തുടർന്ന് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻ ചിലപ്പോൾ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല കേട്ടോ. കാരണം നിങ്ങൾ ക്ഷമ കെട്ട് അവസാനിപ്പിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ലിയോ ചിങ്ങരാശി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു. ക്ലാരിഫൈ 9 of Pentacles. Clarify 9 of Pentacles. Clarify 9 of Pentacles. 4 of Swords, 8 of Pentacles ഞാൻ വിചാരിച്ചു. ആൻഡ് വേൾഡ്, അതായത് ജോലി സംബന്ധമായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ്, ജോലി തിരക്കിലാണ്, സേവിങ്സ് അതിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ തൽക്കാലം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓവർ സ്ട്രെസ്സിലാണ്, ഉറക്കമൊന്നുമില്ല. ലോങ് ഡിസ്റ്റൻസ് ഇവരെ ബോദർ ചെയ്യുന്നുണ്ട്. ഈ മിക്കവാറും ഇത് എബ്രോഡൊക്കെ ആയിരിക്കാനാണ് സാധ്യത കേട്ടോ. കാരണം ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് കാണുന്നു. ഫൈനാൻസിലേക്ക് കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. സ്വന്തം കാര്യങ്ങളിൽ കുറച്ച് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയും ഉടനെ ഒരു ആക്ഷൻ നിങ്ങൾക്കായിട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. കാരണം അവിടെ അവർ സ്വന്തം എന്താ പറയുക, അവർക്ക് ഫൈനാൻസസിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, പൈസ സംബന്ധമായ ബുദ്ധിമുട്ടുകളുണ്ട്. അവർക്കത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ അടുത്തൊരു സ്റ്റെപ്പിനെ പറ്റി അവർക്ക് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ ജോലിയിൽ കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലോങ് ഡിസ്റ്റൻസും ആണ് കേട്ടോ. അവിടെ ഉടനെ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നില്ല. ഇവരുടെ ഈ പ്രശ്നങ്ങൾ തീർന്നതിന് ശേഷം മാത്രമേ അവരതിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ഓക്കെ, അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. Clarify 3 of Cups. Clarify 3 of Cups. Two of Cups, Hanged Man, and 9 of Wands. ഇവിടെ ഇവരൊരു ഫ്രണ്ട് സോണിലൊക്കെ ആക്കിയിട്ട് നിങ്ങൾ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിങ്ങൾ പ്രപ്പോസൊക്കെ ചെയ്ത് കാണണം. അവർ ഒരു റിജക്ഷൻ തന്നു കാണും പ്രീവിയസ്ലി. ഓക്കെ, അല്ലെങ്കിൽ തിരിച്ചു ആയിരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇരിക്കുകയായിരുന്നു. അവിടെ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും നിങ്ങളുടെ അടുത്ത് സ്നേഹം തോന്നുന്നതായിട്ടും ഫ്രണ്ട് സോൺ മാറിയിട്ട്, ഫ്രണ്ട്സ് എന്നുള്ള റിലേഷൻഷിപ്പ് മാറിയിട്ട് നിങ്ങളൊരു കപ്പിളായിട്ട് മാറുന്നതായിട്ടും കാണുന്നു. കാരണം ടു ഓഫ് കപ്സ് വെച്ചിട്ട് റീയൂണിയൻ ആണ്, പരസ്പര സ്നേഹമാണ് അവിടെ കാണുന്നത്. സ്റ്റക്ക് സിറ്റുവേഷൻ മാറിയിട്ട് നിങ്ങൾ ഒരുമിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. ആ റിലേഷൻ സക്സസ് ആവുക തന്നെ ചെയ്യും. അവിടെ 2 of Cups പറയുമ്പോൾ യൂണിയൻ ആണ് അവിടെ. അതുകൊണ്ട് തന്നെ അതൊരു സക്സസ് ആയിരിക്കും എന്ന് തന്നെയാണ്. ആ റെസ്ട്രിക്ഷൻ മാറിയിട്ട് അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ച് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. മീനരാശി, പൈസസ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഓക്കെ, ഇത്രയാണ് അവിടെ കണക്ട് ആയത്. ക്ലാരിഫൈ ഹെയറോഫന്റ്.
Clarify Hierophant. Clarify Hierophant. Knight of Pentacles. Okay. Hermit. ഓക്കെ, ഹെർമിറ്റ് സിറ്റുവേഷനിൽ ഇരിക്കേണ്ട ആവശ്യം എന്താണ് അല്ലേ? അതായത് അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, മാരീഡ് ആണ് അല്ലെങ്കിൽ കമ്മിറ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ. ഇവരുടെ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് എല്ലാം നിങ്ങളുടെ റിലേഷൻ്റെ ഇടയിൽ വരുന്നതായിട്ട് കാണുന്നു. അവിടെ നിങ്ങളോടുള്ള എനർജി സ്ലോ ഡൗൺ ചെയ്യുന്നതായിട്ട്, വളരെ സ്പീഡ് കുറയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇവർക്ക് ഒരു ബർഡൻ ആണ് ഫീൽ ചെയ്യുന്നത്. ആ റിലേഷനിലും അതെ, ഈ റിലേഷനിലും അതെ, ഇടയിൽ പെട്ട് കിടക്കുന്നതായിട്ട് ഉള്ളൊരു ബർഡൻ ആണ് ഇവർക്ക് തോന്നുന്നത് കേട്ടോ. ഇതെല്ലാം കൂടെ എടുത്ത് ഞാൻ ചുമലിൽ വെക്കണോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അവർക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും ഒറ്റയ്ക്ക് എന്നുള്ളൊരു രീതിയാണ്, മാനസികമായിട്ട് ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ഒരു രീതിയാണ്. സങ്കടത്തിൽ തന്നെയാണ്, പക്ഷെ അവർക്കൊരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനാണ്. നിങ്ങളുടെ പേഴ്സൺ മാരീഡോ കമ്മിറ്റഡോ ആണ്. മാരീഡ് അല്ലെങ്കിൽ അവർക്ക് ഒരു കല്യാണ നിശ്ചയമോ എന്തോ ആയിട്ടുണ്ട് അവിടെ. അവർ ഓൾറെഡി ഒരാളുമായിട്ട് സ്റ്റഡി റിലേഷൻഷിപ്പിലാണ്. അവിടെ ഇവരുടെ എനർജി നിങ്ങൾക്കായിട്ട് സ്ലോ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ആക്ഷൻ ഉടനെ വരുന്നില്ല. ഇടവരാശി ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഹെർമിറ്റ് വെച്ചിട്ട് കന്നി രാശി, വിർഗോ രാശിയാണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നിങ്ങളുടെ റീഡിങ്. ഏകദേശം നിങ്ങളുടെ കേസ് ബൈ കേസ് എടുക്കുക. അവരവരുടെ സിനാറിയോ അവരവർക്കറിയാം. അത് വെച്ചിട്ട് നിങ്ങളുടെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, റിലേഷൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇവിടെ കിട്ടും. ഓക്കെ, പേഴ്സണൽ റീഡിങ് എടുത്തവർക്ക് നല്ല റെസ്പോൺസാണ് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേണ്ടവർ പെയ്ഡ് റീഡിംഗ് ആണ്. ആവശ്യമുള്ളവർക്ക് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്തോളൂ. ഡീറ്റെയിൽസൊക്കെ ഞാനപ്പോൾ പറയാം. കാർഡ്സിൻ്റെ പിക്ചർ സഹിതം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ് റീഡിങ് ചെയ്ത് തരുന്നത്. ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആരുടെ കയ്യിൽ നിന്നും കിട്ടിയില്ല. ഓക്കെ, താങ്ക്ഫുള്ളി. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുവരെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്ത് തരിക കേട്ടോ. അതേപോലെ വേറെ എന്താണ്, ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ വീഡിയോ വേണം, നിങ്ങളുടെ പേഴ്സണൽ രീതിയിലല്ല, വേറെ എന്തെങ്കിലും ഇതുപോലെ ജനറൽ റീഡിംഗ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും പർട്ടിക്കുലർ ടോപ്പിക്കിൽ ചെയ്യണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. വാട്സാപ്പ് ചെയ്യണമെന്നില്ല, കാരണം എല്ലാം കൂടി വാട്സാപ്പിൽ നിറയുന്നു. സോ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, എന്തെങ്കിലും ടോപ്പിക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടെങ്കിൽ, ജനറലി ചെയ്യാൻ പറ്റുന്നതായിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത് ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ബൈ.